ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഒരു മീൻ വറുത്തതാണ്. നമ്മുടെ നാട്ടിൽ ഏത് സീസണിലും സുലഭമായി ലഭിക്കുന്ന മത്തി അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയുന്ന മീൻ ഉപയോഗിച്ചാണ് ഞാനിത് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി കുറച്ച് മത്തി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കത്തി കൊണ്ട് ഇതുപോലെ നന്നായി വരഞ്ഞു കൊടുക്കാം. എന്നാൽ മാത്രമാണ് മസാല ഉള്ളിലൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ മത്തിയും നമ്മൾ നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായാണ് ഇതിനുള്ള മസാല തയ്യാറാക്കുന്നത്. അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 10-12 കാന്താരി മുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 വെളുത്തുള്ളി, ഒരു 8-10 അല്ലി ചെറിയ ഉള്ളി, 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വച്ചിരിക്കുന്ന മത്തി ഓരോന്നായി ഇതിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ എല്ലാ മീനും ഇതുപോലെ നന്നായി മസാല പുരട്ടിയെടുക്കുക. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാൽ മാത്രമാണ് ഇത് മസാല നന്നായി പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനായി ആദ്യം തന്നെ ഇതുപോലെ നിരനിരയായി കറിവേപ്പില നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മീൻ ഒരു വശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വിഭവമായി വീണ്ടും കാണാം. ബായ്.